താക്കോൽ പഴുതു നേരെയിരിക്കുന്നത് കണ്ട് ഒരാൾ അകത്തു കയറിയെന്ന് മനസ്സിലാക്കിയ ബാലൻ കൂടെയുള്ള സായുധനായ തട്ടിക്കൊണ്ടുപോയവന് മുന്നറിയിപ്പ് നൽകാൻ വാതിലിൽ ശബ്ദമുണ്ടാക്കി. അകത്ത് മേശവിരി മടക്കിവെച്ചത് പോലീസിന്റെ അടയാളമാണെന്ന് തിരിച്ചറിഞ്ഞ അവൻ മച്ചിലൊളിപ്പിച്ച പെട്ടിയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട വാട്ടർ ലില്ലീസ് ചിത്രം കണ്ടെടുത്തു. ജനൽ അടയ്ക്കുന്നതായി അഭിനയിച്ച് അവൻ തിരശ്ശീല നീക്കിയത് ബാൽക്കണിയിൽ ഒളിച്ചിരുന്ന പോലീസുകാരനെ അപകടത്തിലാക്കുമെന്ന് അവൻ ഭയന്നു. ഒന്നും കണ്ടെത്താനായില്ലെങ്കിലും ഇയർഫോണിലെ ചുവന്ന വെളിച്ചം കണ്ട തട്ടിക്കൊണ്ടുപോയവൻ സംശയിച്ചപ്പോൾ വേഗത്തിൽ പാട്ടുവെച്ചും ഫോണിലെ രഹസ്യ സംവിധാനത്തിലൂടെ സന്ദേശങ്ങൾ മായ്ച്ചും അവൻ രക്ഷപ്പെട്ടു. പിന്നീട് രഹസ്യമായി പോലീസ് നൽകിയ ശ്രവണസഹായി കൈക്കലാക്കിയ അവൻ യാത്രക്കിടയിൽ അത് ചെവിയിൽ ഒളിപ്പിച്ച് പോലീസുമായി ബന്ധപ്പെട്ടു. ചിത്രം ഒരു ധനികന് വിൽക്കാനാണ് പദ്ധതിയെന്ന് സംഭാഷണത്തിലൂടെ അവൻ മനസ്സിലാക്കി. കൈമാറ്റ സ്ഥലത്തെ പരിശോധനയിൽ തട്ടിക്കൊണ്ടുപോയവന്റെ കൈയിലെ കത്തി കണ്ട് കാവൽക്കാർ പരിഭ്രാന്തരായ തക്കത്തിന് അവൻ ഉപകരണം വലിച്ചെറിഞ്ഞ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെട്ടു. പോലീസുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട അവൻ തനിച്ച് സംഘത്തലവനെ നേരിട്ടു. ഒടുവിൽ ചിത്രം വാങ്ങിയെങ്കിലും താൻ ഒരു കെണിയിൽ അകപ്പെട്ടുവെന്ന് അവൻ അറിഞ്ഞില്ല.